വെല്ലൂരിലെത്തിയ ആദ്യ മാസങ്ങളിൽ ചൂട് കഠിനമായിരുന്നു. ഇടുങ്ങിയ മുറിയിലെ കിടത്തം ശരിക്കും ആവി പൊള്ളിക്കും. അതുകൊണ്ട് പലപ്പോഴും മുറിയുടെ പുറത്തെ നീണ്ട വരാന്തയിലായിരുന്നു കിടത്തം. ചിലപ്പോൾ തോർത്തുമുണ്ട് നനച്ച് ശരീരത്തിലിടും. ഈ കിടത്തം തുടങ്ങി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വാരിയെല്ലിൻ്റെ ഇടതുഭാഗത്ത് അസഹനീയമായ വേദന തുടങ്ങി. ചുമക്കുമ്പോൾ രക്തം തുപ്പുകയും ചെയ്യുന്നു. സമീപത്ത് 2 ആശുപത്രികളാണുള്ളത്. ഡോക്ടർ രാജമ്മയുടെ ക്ലിനിക്കും പ്രശസ്തമായ മിഷൻ ഹോസ്പിറ്റലും. രാജമ്മയുടെ ക്ലിനിക്കിലാണ് വിദ്യാർത്ഥികൾ പൊതുവെ പോകാറ്. ഏതു രോഗത്തിനും അവിടെ 10 അണ കൊണ്ട് ചികിത്സ നടക്കും. പോരാത്തതിന് സമയലാഭവും. സാത്തുക്കുടി സാപ്പിടുങ്കോ മരുന്ന് സാപ്പിടുങ്കോ അപ്പുറം വാങ്ങേ, മുസമ്പി കഴിക്കുക, മരുന്ന് സേവിക്കുക, വീണ്ടും വന്ന് കാണുക. ഏതാണ്ട് എല്ലാ അസുഖത്തിനും രാജമ്മയുടെ മരുന്ന് ഇത് തന്നെയായിരിക്കും. മിഷൻ ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ കുറച്ച് നടക്കണം. അവിടെ എത്തിയാൽ നല്ല തിരക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വിദഗ്ധ ചികിത്സക്ക് ആളുകൾ എത്തുന്ന സ്ഥലമാണല്ലോ. ക്ലാസുകൾ നഷ്ടപ്പെടുന്നതോർത്ത് വിദ്യാർത്ഥികൾ 10 അണ ചികിത്സയിൽ കാര്യങ്ങൾ ഒതുക്കും. ഇത് ആദ്യം വലിയ ഉപകാരമായി തോന്നുമെങ്കിലും പിന്നീട് ബുദ്ധിമുട്ടായി തീരും. രാജമ്മയുടെ അപ്പുറം വാങ്ങേ എത്ര കാലം നീളുമെന്ന് തീർപ്പ് പറയാൻ പറ്റാത്തത് തന്നെ കാരണം. മിക്കവാറും എല്ലാ രോഗത്തിനും വേദനാസംഹാരി പോലെ എന്തോ ഒന്ന് തരുന്നതുകൊണ്ട് താൽക്കാലിക ശമനം കിട്ടുമെന്നല്ലാതെ ഒടുവിൽ മിഷൻ ആശുപത്രിയിൽ പോകേണ്ട സ്ഥിതിയിലെത്തും കാര്യങ്ങൾ. എത്ര തവണ അബദ്ധം പറ്റിയാലും ആദ്യം തന്നെ മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതല്ലേ നല്ലതെന്ന് ആരും തന്നെ ആലോചിക്കില്ല.